പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നോയമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആഴ്ച സമയോ ആഴ്ച എന്ന് വിശേഷിക്കപ്പെടുന്നു. കുരുടന്മാർക്ക് കാഴ്ച ലഭിച്ചതായ ആഴ്ചയെക്കുറിച്ചാണ് ഇന്ന് തിരുവചനവാഹം നമ്മളോട് സംസാരിക്കുന്നത്. ചുറ്റുപാടുകളെക്കുറിച്ച് ആലോചിക്കുക, ചുറ്റുപാടുകളിൽ നിന്ന് കാലത്തെ വിവേചിച്ചറിയുക, അതിനനുസരിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഇതുവരെയും നീ കണ്ട കാഴ്ചകളല്ല, പുതിയ കാഴ്ചകൾ നീ കാണേണ്ടിയിരിക്കുന്നു. കാഴ്ചകൾക്കനുസൃതമായിട്ട് നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. യെരിഹോയിൽ നിന്ന് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് യാത്ര തിരിക്കുകയാണ്. അത് യെരുശലേമിലേക്കാണ് അവസാനത്തേത് എന്ന് നമുക്കറിയാം. യെരിഹോ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പട്ടണമായിട്ടൊന്നും ചരിത്രത്തിൽ കാണുന്നില്ല. ചരിത്രത്തിൽ യെരിഹോയ്ക്ക് പ്രാധാന്യങ്ങളുണ്ട്, പക്ഷേ രക്ഷയുടെ ചരിത്രത്തിൽ ഒരു വലിയ നാന്ദിയാകുവാൻ തക്കവണ്ണം പ്രാധാന്യമൊന്നും യെരിഹോയ്ക്കില്ല. അതുകൊണ്ട് തന്നെ യെരിഹോയിൽ നിന്നുള്ള കർത്താവിൻ്റെ കടന്നുപോക്ക് ഇനി യെരുശലേമിലേക്കാണ്. ഇനി ഒരിക്കൽ കൂടി യെരിഹോയിലൂടെ അവൻ കടന്നു പോകുമോ എന്നറിയില്ല. അതുകൊണ്ട് ഇത് അവസാന സമയമാണ്. ഈ സമയത്താണ് രണ്ട് മനുഷ്യർ കർത്താവിൽ നിന്ന് കാഴ്ച ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ ചുറ്റുമുള്ള ബഹളങ്ങളെയും ആരവങ്ങളെയും സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ അവർ സാഗൂതം തങ്ങളുടെ കാതുകളെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം അവർക്ക് കാഴ്ചയില്ല. ചുറ്റുപാടുള്ള മനുഷ്യരോട് അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ ആരവം? അവർ പറയുന്നു, ലോകരക്ഷിതാവായ കർത്താവ് ഇതിലൂടെ കടന്നു പോകുന്ന കർത്താവിനെക്കുറിച്ച് അവർക്കറിയാം, അവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാലത്തിൻ്റെ വിവേചനങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് അവർ തമ്പുരാനോട് യാചിക്കുന്നു, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ചുറ്റുമുള്ള മനുഷ്യർ അവരുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റിക്കളയുവാൻ തക്കവണ്ണം മിണ്ടാതിരിപ്പാൻ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആവശ്യപ്പെടലുകൾക്കപ്പുറവും തങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള അന്ധരായ മനുഷ്യർ വീണ്ടും അപേക്ഷിക്കുകയാണ്, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് തമ്പുരാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടാക്കി തരണമെന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. തമ്പുരാൻ അവരുടെ ആവശ്യത്തെ നിറവേറ്റി കൊടുക്കുകയാണ്. പ്രധാനമായും 4 ചിന്തകളാണ് ഇന്നും നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാനുള്ളത്. ഒന്ന്, രക്ഷയുടെ അനുഭവത്തിലേക്കും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും പ്രവേശിക്കപ്പെടുന്ന നമുക്ക് ഇനിയെങ്കിലും കർത്താവിനെ പോലെ കാണുവാനും കർത്താവിൻ്റെ കാഴ്ചകളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യം. ചുറ്റുപാടുകളെ കേൾക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും. പക്ഷേ ആ കേൾവിയിൽ ഉറ്റിരിപ്പാൻ അവർ ശ്രദ്ധിക്കുന്നു. അവരുടെ കേൾവികളെ കുറെ കൂടി ക്രമബദ്ധമാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. നമുക്ക് കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിന്ത, അവരന്വേഷിക്കുന്നുണ്ട്, എന്താണ് ചുറ്റുപാടും നടക്കുന്നത്. ചുറ്റുപാടും നടക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും ആ അന്വേഷണങ്ങളിലൂടെ യഥാർത്ഥത്തിൽ രക്ഷിതാവിനെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് രണ്ടാമത് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് അവർ യാചിക്കുന്നു. വെറുതെ യാചിക്കുകയല്ല, അവരുടെ യാചനകളെ തടസ്സപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ അവരുടെ മുമ്പാകെ സംഭവിക്കുമ്പോഴും അതിനുമപ്പുറത്തേക്ക് ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്ന ഒരു സ്വരത്തിൽ തമ്പുരാനോട് യാചിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിബന്ധങ്ങളിൽ തളർന്നു പോകാതെ, പ്രതിബന്ധങ്ങളിൽ വീണു പോകാതെ, അതിനുമപ്പുറത്തേക്ക് തമ്പുരാനോട് യാചിക്കുവാനും അവനിൽ അഭയപ്പെടുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കാലം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്നുള്ള വചനത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ട 2 കുരുടരുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടോ? കാലം അതിൻ്റെ അടയാളങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്, ഇനിയും അധികം കാലമില്ല നിൻ്റെ മുമ്പിൽ മാനസാന്തരത്തിന്, ഇനിയും അധികം കാലമില്ല നിൻ്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ. അതുകൊണ്ട് രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ കൃത്യമായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കാലം അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? 2, എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് അന്വേഷിക്കാനും അതിനനുസരിച്ച് എൻ്റെ ജീവിതഗതിയെ ക്രമപ്പെടുത്തുവാനും എനിക്കും നിനക്കും സാധിച്ചിട്ടുണ്ടോ? 3, ദൈവസന്നിധിയിൽ നിന്ന് അധികമായി കരുണ യാചിക്കേണ്ട കാലമാണിതെന്ന് തിരിച്ചറിഞ്ഞ് അധിക കരുണയെ ദൈവസന്നിധിയിൽ നിന്ന് യാചിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനെ തടസ്സപ്പെടുത്തുന്നവർ പലരുണ്ടാകാം, തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ പലതുണ്ടാകാം. അതിനുമപ്പുറത്തേക്ക് തമ്പുരാനെ നിൻ്റെ കരുണ എന്നോട് കൂടെയായിരിക്കണമേ എന്ന് യാചിക്കുവാനായിട്ട് നമുക്ക് ശക്തിയും ബലവും ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഏറ്റവും അവസാനമായിട്ട് സത്യമായിട്ടുള്ള കണ്ണുകൾ തുറക്കപ്പെടുവാൻ, യഥാർത്ഥ രക്ഷയെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? രക്ഷ എന്ന പേരിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലതും നടക്കുന്നുണ്ട്. പലരും അത്തരം രക്ഷകളിലേക്ക് ആകർഷിക്കപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനുമായിട്ട് പരിശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥ രക്ഷ സഭയിലൂടെ ക്രിസ്തുവിൽ നിന്നാണ് ആ രക്ഷയെ പ്രാപിക്കേണ്ടതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നാളുകൾ ദൈവാലയത്തോട് അടുത്തു വരുവാൻ, വിശുദ്ധ ആരാധനയോട് അടുത്തു വരുവാൻ,
രക്ഷയുടെ സൽഫലങ്ങളെ സത്യത്തിൻ്റെ കണ്ണു തുറന്ന് കണ്ട് അതിലൂടെ സത്യരക്ഷയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.